പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കഴിഞ്ഞുകൂടിയത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ആ ചരിത്രമൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളോട് വിവരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയെ മഹബത്ത് വെക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ തിരുനബിയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഊട്ടിയുറപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അല്പസമയം വിശ്രമിക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അള്ളാഹു നമ്മുടെ യാത്ര കബൂലാക്കുമാറാവട്ടെ. പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. തിരുനബിയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല മധുര പലഹാരങ്ങളും നമ്മൾ വലിയ ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുപോകും. അത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. പക്ഷേ തിരുനബിയുടെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം അവിടുത്തെ പേരിലുള്ള സ്വലാത്താണ്. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ, എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു തആല അവർക്ക് 10 ഗുണം ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. 10 ഗുണം ചൊരിഞ്ഞു കൊടുക്കും. നിമിത്തങ്ങൾക്ക് നമ്മളെ സ്വലാത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ആർക്കാണ് സ്വലാത്തിന്റെ ആവശ്യം? നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആഖിറ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലുക. ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതുഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. സ്വലാത്ത് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഗുണം ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരുടെ പേരില്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവും അവന്റെ മലക്കുകളും പങ്കെടുക്കുന്ന ഒരു കർമ്മമാണ്, ഒരു ആരാധനയാണ്, ഒരു പ്രവർത്തനമാണ് എന്ത്? സ്വലാത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ മുത്തുനബിയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് സലാമുകൾ സമർപ്പിക്കണേ. ഇത് ഖുർആൻ നമ്മോട് ആജ്ഞാപിച്ചതാണ്. അതുകൊണ്ട് പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് തിരുനബി സന്നിധിയിൽ അവിടെ ചെല്ലുമ്പോൾ സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ഉണർത്തി തൽക്കാലം വിടവാങ്ങുകയാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താഴെ പോയി പൈസ കിട്ടത്തില്ല. ഒരു കുപ്പി വെള്ളം എടുത്ത് ഇവിടെ വെച്ചതായിട്ടെന്തോ ഓർമ്മയുണ്ടല്ലോ.